കാശ്മീർ യാത്രയുടെ 6-ാം ദിവസം ശരിക്കൊരു ബ്ലെസ്സിങ് ഡേ ആയിരുന്നു കേട്ടോ. റെസ്റ്റിംഗ് ഡേ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. 4 മണിക്കെത്തി ഞങ്ങൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഏകദേശം 12 മണി കഴിഞ്ഞിട്ട് എല്ലാവരും മെല്ലെ മെല്ലെ എണീറ്റ് വന്നപ്പോൾ ശ്രീ രവിശങ്കറിൻ്റെ ആശ്രമം എന്ന് പറയുന്ന നർമ്മദാ തീരത്ത് തന്നെ ഗുരുകുലവും ഗോശാലയും ഒക്കെയുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള നല്ലൊരു ആശ്രമമായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ നേരെ പോയത് ഓംകാരേശ്വർ ജ്യോതിർലിംഗ ദർശനത്തിനായാണ് കേട്ടോ. പോകുന്ന സമയത്ത് രാംജി പറഞ്ഞിരുന്നു എത്രത്തോളം ദർശനം സാധ്യമാകും എന്ന് ഉറപ്പില്ല, എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണണം എന്ന അതിയായ ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പക്ഷേ ആദ്യം പോയത് സ്റ്റാച്യു ഓഫ് വൺനെസ്, ശങ്കരാചാര്യരുടെ ഏറ്റവും വലിയ സ്റ്റാച്യു കാണാനാണ്. ഏറ്റവും വലിയ സ്റ്റാച്യു, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ജസ്റ്റ് സ്റ്റാച്യു മാത്രമേ വർക്ക് തീർന്നിട്ടുള്ളൂ, ബാക്കി ഫുൾ പണിയുണ്ട്. ശരിക്കും അതിനെക്കുറിച്ച് വിവരിക്കുന്നൊരു വീഡിയോ തന്നെ ഞങ്ങൾക്ക് അവർ കാണിച്ചു തന്നു. ശരിക്കും ആ വീഡിയോ കാണുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ശരീരത്തിനകത്തൊരു പ്രത്യേക വൈബ്രേഷനാണ്. അത്രത്തോളം മഹത്വം നമ്മുടെ കേരളത്തിൻ്റെ ശങ്കരാചാര്യൻ അവർ കൊടുക്കുന്നുണ്ട് എന്ന് ആ വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ ആശ്രമത്തിലൊരു ആൾ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് VIP രീതിയിലുള്ള പരിഗണനയാണ് ലഭിച്ചത് കേട്ടോ. അവിടുന്ന് അവിടുത്തെ സ്വാമിജി ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിച്ചു. ശങ്കരാചാര്യരുടെ ഫോട്ടോയും ബുക്സും ഒക്കെ ഞങ്ങൾക്ക് തന്നു. മോനൊക്കെ പ്രത്യേകം അനുഗ്രഹിച്ചു കേട്ടോ. ശരിക്കും അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഒരിക്കൽ മാത്രം ചിലപ്പോൾ കിട്ടുന്ന അവസരങ്ങളായിരിക്കും ഇതൊക്കെ. അവിടുത്തെ കൊച്ചു കുട്ടികൾ വരെ നമ്മൾ പോകുന്ന സമയത്ത് അവർ നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരേ ഡ്രസ്സിൽ ഇത്രയും ബുള്ളറ്റിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊരു കൗതുകമായിരിക്കും. അവിടെ നിന്നിട്ടും താഴേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ശരിക്കും ആ അമ്പലത്തിൻ്റെ, ഓംകാരേശ്വർ അമ്പലത്തിൻ്റെ നർമ്മദാ നദി തീരത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ് മുകളിൽ നിന്ന് കാണാനായിട്ട്. അത്രയും നല്ല വ്യൂ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. ശരിക്കും ഇവിടേക്കുള്ള റോഡൊക്കെ ശരിക്കും നമ്മൾ IT പാർക്കിനകത്തേക്ക് പോകുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ടോ തോന്നുന്നു, പക്ഷേ നമ്മൾ കാണുമ്പോൾ ഒരു 5:30 മണിയുടെ ഫീലേ ഉള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ജംഗ്ഷനിലേക്കാണ് കയറിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്തുമാത്രം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ, ബസ്, ഓട്ടോ, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ അങ്ങനൊരു ബസ്സിൻ്റെ ഇതൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. അതായത് ആൾക്കാർ കിട്ടുന്ന വാനുകൾ, പിക്കപ്പ് വാനോ എന്തോ ഡിക്കി സ്പേസിലുള്ള എന്തോ ആയിക്കൊള്ളട്ടെ, ഓട്ടോയൊക്കെ എടുത്താൽ ഓട്ടോയുടെ പുറകിലൊക്കെ ഫുള്ള് ഡിക്കി സ്പേസിൽ ഒരാൾക്കാരാണ്. അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ യാത്ര ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നർമ്മദാ നദി ക്രോസ് ചെയ്ത് അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ശരിക്കും ശങ്കരാചാര്യർ തൻ്റെ ഗുരുവിനെ കണ്ടെത്തി ദീക്ഷ സ്വീകരിച്ച സ്ഥലമാണ് ഈ നർമ്മദാ നദി തീരം, ഓംകാരേശ്വർ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇവിടെ വീഡിയോസിന് റെസ്ട്രിക്ഷൻസ് ഒന്നും എഴുതി കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും മാക്സിമം വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അകത്ത് കയറി കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസ് എടുത്തില്ല. മോനെ പിന്നെ ഏട്ടനെ എടുക്കുമായിരുന്നു, ഞങ്ങൾ മാറി മാറി എടുക്കുമായിരുന്നു. കാരണം തിരക്ക് കാരണം മോനെ താഴെ ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ മാറി മാറി എടുത്തുകൊണ്ട് തന്നെയാണ് പോയത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിലെ ഒരു വലിയൊരു പുണ്യമാണ് ഈ പറഞ്ഞ ഓംകാരേശ്വര ദർശനം, ജ്യോതിർലിംഗ ദർശനം എന്ന് പറയുന്നത്. വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ്. നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല ഇത്ര ഭംഗിയായിട്ട് നമുക്ക് ഓംകാരേശ്വര മഹാദേവനെ കണ്ട് വണങ്ങാൻ പറ്റുമെന്ന്. ആ ഒരു ഭാഗ്യം നമ്മളുടെ കൂടെയുള്ള എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ലഭിച്ചു എന്നാണ്. പിന്നെ ഞങ്ങളവിടെ മുകളിൽ നിന്നിട്ട് കുറച്ച് നർമ്മദാ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ രാത്രി വീണ്ടും ആശ്രമത്തിലേക്ക് തന്നെ പോയി. അവിടെ നേരെ ഞങ്ങൾ അവിടുത്തെ നർമ്മദാ തീരത്ത് പോയി നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഉന്മേഷമായിട്ട് കിടന്നുറങ്ങി കേട്ടോ.